ബിഗ് ബോസ് അധികാരികളോട് എൻ്റെ അപേക്ഷ, ദയവ് ചെയ്ത് ആ 3 പയ്യന്മാരെയും പുറത്താക്കുക. അവരെ പറഞ്ഞു വിടുക. ആരെ? 3 പേരെ, അക്ബറിനെയും നെവിനെയും ആര്യനെയും. കാരണം എന്തിനവിടെ ഇട്ട് അതുങ്ങളെ കൊല്ല ചെയ്യുന്നു? അവരെ പിന്നെ പറയാനൊന്നുമില്ല. ഞാൻ ആരുടെ സൈഡിലൊന്നുമല്ല. അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ അവസരം കൊടുക്കത്തില്ല. എന്തൊക്കെയാ അവിടുത്തെ കളി? ഇമോഷൻ കാർഡ്, വിക്ടിം കാർഡ്, ദയനീയതയുടെ കാർഡ്. മനസ്സിലായോ? ചിലർ കഴിഞ്ഞ ദിവസം ഇട്ടുകൊണ്ട് നടക്കുന്ന ചപ്പല് ഞാൻ ശ്രദ്ധിച്ചു. പൊട്ടി തീർന്ന് കാരണം അഭിനയത്തിന്റെ അങ്ങ് അറ്റമാണ്. പക്ഷെ ഇത് മലയാളി പ്രേക്ഷകരിൽ കുറെ പേർ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് വിഷമം. സ്വന്തം ബുദ്ധിയും യുക്തിയും ഒക്കെ ആർക്കൊക്കെയോ അടിയറവ് പറഞ്ഞിട്ട് ഈ PR-കാരുടെ ആ പ്രലോഭനങ്ങളിൽ വീണ് വോട്ടിടാൻ വേണ്ടി നടക്കുന്ന, അല്ലെങ്കിൽ വോട്ട് ഒപ്പിക്കാൻ നടക്കുന്ന ആൾക്കാരുടെ ആ ലോബിയിൽ വീണു പോകുന്നു. എൻ്റെ ലോക മലയാളി സഹോദരങ്ങളെ, നിങ്ങൾ ബുദ്ധിയും യുക്തിയും ഉപയോഗിക്കുക. ഈ കാർഡുകൾ ഇറക്കുകയാണ് അവിടെ. വിമൻ കാർഡ്, ജെൻഡർ കാർഡ്, എന്തെല്ലാം. ഈ ബിഗ് ബോസ് ഷോയിൽ ജെൻഡർ ഉണ്ടോ? എന്നിട്ട് അതിനെ കൊണ്ടുവരിക. ഈ മലയാളത്തിന്റെ ഒരു ശാപമാണ്. എങ്ങനെ ഈ ഷോ നന്നായി പോവും? അതുപോലെ തന്നെ ഒരു കുടുംബത്തിനകത്ത് 2 അടുക്കള, ഒരു അടുക്കളക്കകത്ത് 2 അടുക്കള ഉണ്ടാക്കുന്ന കുറെ മരുമക്കളെയും അമ്മാവിമാരെയും കുടുംബങ്ങളെയും നമ്മൾ കണ്ടിട്ടുണ്ട് 2 അടുക്കളയുള്ളത്. അപ്പൊ ഇതെന്താ? പുതിയ തലമുറ കുട്ടികൾ ഇതിൽ എന്ത് കണ്ടു പഠിച്ചു വരണം? ചെന്ന് കയറുന്ന വീടുകളിൽ അല്ലെങ്കിൽ വന്നു കയറുന്ന വീടുകളിൽ 2 അടുക്കള ഉണ്ടാക്കുക, അടിനാശം ഉണ്ടാക്കുക, വിട്ടുകൊടുക്കരുത്. നമ്മൾ അടിയറവ് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അപ്പൊ യഥാർത്ഥം ഇനി കുടുംബങ്ങൾ ഉണ്ടാവുമോ? എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞാൽ കുടുംബം, ഫാമിലി എന്ന ആ ദിവ്യമായിട്ടുള്ള ആ കോൺസെപ്റ്റിനെ ഇതിനകത്തുള്ള കുറെ പേരും അതുപോലെ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പൊ എന്നെ തെറി വിളിക്കാൻ വേണ്ടി കുറെ പേര് വരും. ഞാൻ എന്ത് തെറ്റാ പറഞ്ഞു? ഞാൻ എന്ത് തെറ്റ് പറയുന്നുണ്ട്? നല്ല ക്വാളിറ്റി ബിഹേവിയറിലൂടെ പെരുമാറിപ്പോയിട്ടുള്ള ഒരുപാട് പുരുഷന്മാരും സ്ത്രീകളും ബിഗ് ബോസ് സീസണുകളിൽ മുൻകാലങ്ങളിൽ വന്നിട്ടുണ്ട്. ഈ സീസണിലും ഉണ്ടായിരുന്നു. നല്ല കളിക്കുന്ന മിടുക്കരായിട്ടുള്ള, നല്ല രീതിയിൽ പെർഫോം ചെയ്ത് പോകുന്നവരെ പുറത്താക്കുക. എന്നിട്ട് പറ്റിച്ചുകൊണ്ട് ഇമോഷൻ കാർഡുകളും ദൈന്യതയുടെ കാർഡുകളും വിമൻ കാർഡുകളും എന്താ പറയുക, വിക്ടിം കാർഡുകളും, അങ്ങനെ പിന്നെ തെറ്റിദ്ധരിപ്പിക്കൽ കാർഡുകളും ഇതെല്ലാം വെച്ചുകൊണ്ട് കുറേ പേരങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പം വളരെ വിഷമം തോന്നുന്നു. പുറത്താവേണ്ടവർ പലരും അവിടെയുണ്ട്, അവർ അവിടെയുണ്ട്. പുറത്തായവരിൽ പലരും ഇപ്പോഴും അകത്ത് നിൽക്കേണ്ടവരാണ്. അതില്ല. വിവേചന ബുദ്ധിയോടെ വോട്ട് ചെയ്യുമെന്ന് ലാലേട്ടൻ പലപ്പോഴും പറയുന്നു. യഥാർത്ഥത്തിൽ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഇനി വോട്ടിംഗ് വേണ്ടത് ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്ത് വോട്ടിംഗ് ഇല്ല, ലൈവ് കാണുന്നവർക്ക് മാത്രം വോട്ടിംഗ് നടത്താനുള്ള സമ്പ്രദായം കൊണ്ടുവരിക. ഇല്ലെങ്കിൽ ബിഗ് ബോസ് ടീം തന്നെ തീരുമാനിക്കുക എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം എന്ന്. വെറുതെ പ്രേക്ഷകരുടെ പേരും പറഞ്ഞിട്ട് ചുമ്മാ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് വോട്ടുകൾ ഇട്ടിട്ട് ഈ മാസമായിട്ടുള്ള PR പബ്ലിസിറ്റി പിന്നെ തെറി. എന്തായാലും വളരെ കഷ്ടമാണ്. നീതിപൂർവം ചിന്തിച്ച് മനസ്സിലാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാത്ത, കള്ളരെയും സത്യസന്ധരെയും അല്ലെങ്കിൽ നന്മയുള്ളവരെയും എല്ലാവരും പല രീതിയിൽ എന്താ പറയുക തെറ്റുകൾ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അതിനകത്തുള്ള ആരും വിശുദ്ധരല്ല, എല്ലാവരും തെറ്റുകൾ. പക്ഷേ തെറ്റ് കുറച്ച് ചെയ്യുന്നവരാര്, തെറ്റുകൾ കൂടുതൽ ചെയ്യുന്നവരാര്, തിരിഞ്ഞു നോക്കുക. അതുപോലെ തന്നെ എല്ലാവരോടും സഹകരിക്കുന്നവരാര്, എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്നവരാര്, ഗെയിമിനെ എന്റർടൈൻമെന്റ് ആക്കി കൂടെ കൊണ്ടുപോകുന്നവരാര്, ഇങ്ങനെ ഈ ഷോയെ എന്റർടൈൻമെന്റ് ആക്കി കൊണ്ടുപോകുന്നവരാര്, ഇതെല്ലാം നോക്കി മനസ്സിലാക്കിയിട്ട് വോട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ചില വിജയികൾ വിജയിച്ചിട്ട് പറഞ്ഞ എന്താണ്, ജനങ്ങൾ മണ്ടരായിരുന്നു എന്നുള്ളത്. അതുപോലെ നിങ്ങൾ മണ്ടരാകാനുള്ള പരിശ്രമം നടത്തരുത്. ഈ പാപത്തിൽ എനിക്ക് പങ്കില്ല. അതുകൊണ്ട് സത്യം വിളിച്ചു പറയുന്നു.